സ്റ്റോൺ എല്ലാം സെയിം ആണ്. കട്ടിങ് അനുസരിച്ച് റേറ്റ് വരും. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഹാഫ് കട്ടും ബോക്സ് കട്ടും തമ്മില്. ബോക്സ് കട്ട് എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തേക്ക് 4 സൈഡ് ഫുൾ ഫിനിഷ്ഡ് ആയിരിക്കും. നല്ലോണം സെയിലുള്ള ഒരു ഐറ്റം ഇതാണ്. നമ്മുടെ എല്ലാം മുറ്റം മനോഹരമാക്കാൻ പറ്റുന്ന കല്ലുകളുടെ നല്ലൊരു ഷോറൂമിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഹായ്, നമസ്കാരം. അപ്പോൾ ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ സ്റ്റോൺ ഗാലറി എന്ന് പറയുന്ന ഇവിടുത്തെ നാച്ചുറൽ സ്റ്റോൺസിൻ്റെയൊക്കെ ഒരു ഷോറൂം. ഇവിടുത്തെ ലൊക്കേഷൻ വരുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡ്, വള്ളത്തോൾ ജംഗ്ഷൻ, തൃക്കാക്കര, കൊച്ചി, കാക്കനാട്. ഇതാണ് ലൊക്കേഷൻ വരുന്നത്. ഇത് സ്റ്റോൺ ഗാലറി എന്ന് പറയുന്ന ഷോറൂമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വീട് പോലെ തന്നെ മുറ്റവും മനോഹരമാക്കാൻ പറ്റുന്ന പ്രകൃതിദത്തമായ കല്ലുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കല്ലുകളെ കുറിച്ച് നമുക്ക് ഈ ഷോറൂമിൽ നിന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത് നാച്ചുറൽ സ്റ്റോൺസും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നാച്ചുറൽ സ്റ്റോൺസും എല്ലാം കിടപ്പുണ്ട്. അതേപോലെ തന്നെ പോണ്ടിച്ചേരി പെബിൾസ്, കാവേരി സ്റ്റോൺസ് എല്ലാം ഉണ്ട്. നമുക്കിപ്പോൾ കാണാം. എന്തായാലും നമുക്ക് ആദ്യം ഒന്ന് അകത്തി നിന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തിരിച്ച് വീഡിയോയിലേക്ക് വരാം. ലെറ്റ്സ് ട്രൈ. നമുക്ക് ക്ലാഡിങ്ങിൽ മെയിനായിട്ട് മെഷ് ടൈപ്പാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് സ്റ്റോക്ക് ഇരിക്കണം. മെഷ് ടൈപ്പ് വരുമ്പോൾ റേറ്റ് കൂടുതൽ വന്നത് രാജസ്ഥാൻ ഐറ്റമാണ് ഏറ്റവും മിക്കതും കൂടുതൽ വന്നത്. ഇതൊക്കെ എന്ത് ഐറ്റംസാണ് നമുക്ക് ഈ കാണുന്നത്? ഇതിപ്പോൾ രാജസ്ഥാനുണ്ട്, അതുപോലെ തന്നെ ആന്ധ്ര ഐറ്റംസ് എല്ലാം ഉണ്ട്. സാൻഡ്സ്റ്റോൺ ആണ് മെയിൻ ഇപ്പോൾ ഇവിടെ ഇരിക്കണം മിക്കതും. ഇതല്ല അല്ലേ? ഇതിപ്പോൾ സാൻഡ്സ്റ്റോൺ ആണ് ഇതൊക്കെ കാണുന്നത്. ഇതൊക്കെ എങ്ങനെയാ നമ്മുടെ പീസ് റേറ്റ് ഒക്കെ വരുന്നത്? പീസ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് നമുക്ക്. സ്ക്വയർ ഫീറ്റ് എങ്ങനെയാ റേറ്റ്? ഏറ്റവും ആവറേജ് ഇപ്പോൾ കൂടുതൽ 250 റുപ്പീസ് ഞാൻ ഇവിടെ റേറ്റ് ഇരിക്കുന്നത്. പിന്നെ അതിൽ 130 റുപ്പീസിലേക്ക് ഉണ്ട്. ഇതൊക്കെ ഒരു 130 ഒക്കെ നല്ല റേറ്റ്. ഓക്കെ. പിന്നെ ഇതിനകത്ത് നമുക്ക് സ്റ്റോൺ, അതായത് സ്റ്റോൺ ടൈപ്പ് തന്നെ ഇതുണ്ട്. മിക്ക എല്ലാം സ്റ്റോൺ തന്നെയാണ്. ഇത് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. ഇതൊക്കെ വാട്ടർഫോൾ എന്നുള്ള ഐറ്റം ആണ്. ഈ ഗാർഡനും ഫൗണ്ടനും ഒക്കെ ഉപയോഗിക്കാം. വാട്ടർഫോൾ എന്നാണ് അതിന് ഐറ്റത്തിന് പേര് പറയുന്നത്. ഓക്കെ. പിന്നെ വെച്ചാൽ കളർ വേരിയേഷൻ കാണുന്ന വെച്ചാൽ ഒരു സൈഡ് ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇതില് അതാണ് കളർ വേരിയേഷൻ നമുക്ക് കാണിക്കുന്നത്. അങ്ങോട്ടൊക്കെ ഇരിക്കുന്നതും ഇത് തന്നെയാ അല്ലേ? അങ്ങോട്ട് ഇരിക്കുന്നത് നമുക്ക് വാട്ടർഫോൾ ഉണ്ട്, കുറച്ച് ഫാൻ സ്റ്റോൺ, ലാറ്ററൈറ്റ് അങ്ങനത്തെ വന്നിട്ട് നമുക്ക്. ഇനി ഇവിടെ വരുമ്പോ മിക്ക ആന്ധ്ര സ്റ്റോൺസ് ഒക്കെയാണ് വന്നത്. ബുച്ചിങ് എന്നാണ് ഈ ടൈപ്പ് ഒക്കെ പറഞ്ഞ ടൈപ്പ് ഒക്കെ. ബുച്ചിങ് അല്ലേ? ബുച്ചിങ് ഈ കാണുന്നതല്ലേ? ഈ കാണുന്നത്. ഓക്കെ. അത് സ്റ്റോൺ നമുക്കിപ്പോ ഒരു 50 റുപ്പീസ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് രണ്ട് ഭാഗം കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പോളിഷും അല്ലാത്ത പോളിഷ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡ്. അതാണ് ചില സ്റ്റോണിൽ പോളിഷ് ചെയ്താലാണ് അതിന്റെ കറക്റ്റ് ആ ഡിസൈനും ഇതെടുത്ത് അറിയുള്ളൂ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഇത് പോളിഷ് ചെയ്ത സൈഡാണ്. ഇതിൽ ഈ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ അതാ ഒരു സൈൻ ഒക്കെ ഉണ്ട് ഇതില്. അതൊക്കെ എടുത്ത് കാണിക്കുന്നത് പോളിഷിലോ ചിലത് എടുത്ത് കാണിക്കുന്നുള്ളൂ. ചിലത് പോളിഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലതിന്റെ ഒക്കെ അത് ഭംഗി പോവാറുണ്ട്. പിന്നെ ഇതൊക്കെ ബാംഗ്ലൂർ സ്റ്റോണിൽ വന്നതാണ്. ഈ താഴെ ഇരിക്കുന്നത് വൈറ്റ്, അത് ബാംഗ്ലൂർ സ്റ്റോണിൽ തന്നെ ക്ലാഡിങ് ആണ്. ക്ലാഡിങ് അല്ലേ? അതൊക്കെ എന്നാ റേറ്റ് വരുന്നത്? അതൊക്കെ ഒരു 100 റുപ്പീസ് ഒക്കെ വന്നിട്ട്. ഇത് അതുപോലെ ബാംഗ്ലൂർ സ്റ്റോണിന്റെ ഒരു ബ്ലാക്ക് ഐറ്റം ആണ്, ചിപ്പ് ചെയ്തേക്കുന്നതാണ്. അത് വരുമ്പോഴും 100 ഉണ്ട്. പിന്നെ ഇത് സാൻഡ്സ്റ്റോൺ ആണ്. വരുമ്പോൾ 110 രൂപ സ്ക്വയർ ഫീറ്റ്. പിന്നെ ബാംഗ്ലൂർ സ്റ്റോണിൽ തന്നെ മെഷ് ടൈപ്പ് വരുന്നതാണ് ഒരു ഇത്. ഈ ഐറ്റം മെഷ് ടൈപ്പ് ആണ്. മെഷിലാണ് വന്നേക്കുന്നത്. പീസ് പോലെ വന്നേക്കുന്നത്. ഇതിന്റെ ഭാഷയും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം നമുക്കുണ്ട്. ക്ലാഡിങ് ചെയ്യുന്നത് മിക്കവരും 250. നമ്മുടെ ഈ മെഷ് ടൈപ്പ് ഒക്കെ എടുക്കുമ്പോൾ ഗ്രേഡ് കൂടിയത് ഗം എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല ഗം ഗ്രേഡ് കൂടി എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കും. അതെ. ഇത് നമ്മൾ അപ്പുറത്തുണ്ട് വാട്ടർഫോളില് വേറൊരു കളറാണ്. അതും എനിക്ക് തോന്നുന്നു ഷെയ്ഡ് മറ്റേ പോളിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് രണ്ട് വേരിയേഷൻ കാണിക്കുന്ന കളർ. നമുക്ക് ഒരു 40 റുപ്പീസ് തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് ഈ കളർ ഇതൊക്കെയാണ് 40 റുപ്പീസിന്റെ. ബാക്കി നമുക്ക് 230 റുപ്പീസ് വരെ ഉണ്ട് ബേർഡ്സ് ഒക്കെ. ഓക്കെ. ഈ കാണുന്നതെല്ലാം ഇൻഡോർ പെബിളുകളാണ്. അപ്പൊ നമ്മുടെ വീടുകളിലെ ഇൻഡോറുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ പെബിൾസുകളാണ്. ചരൽക്കല്ല്, കുഴക്കല്ല് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ല പെബിൾസ്. അപ്പൊ ഇതിന്റെ അകത്ത് ഓനിക്സ്, അതേപോലെ തന്നെ മാർബിൾ പെബിൾസ്, ഗ്രാനൈറ്റ് പെബിൾസ്, അങ്ങനെ ഓരോ വെറൈറ്റി പെബിൾസ്, ഒരു 100ലധികം വെറൈറ്റി പെബിൾസുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇത് പുഴക്കല്ലെന്ന് പറയും. ഇത് മെഷീൻ്റെ അകത്ത് ഇട്ടിട്ട് പോളിഷ് ചെയ്തെടുക്കുന്നതാണ്. കളർ പെയിന്റിങ് ചെയ്ത് വരുന്ന ഇതാണ്. അത് ഗ്ലാസ് പെബിൾസ് ആണ് കണ്ടത്. അതേപോലെ തന്നെ അങ്ങനെ ഗ്രാനൈറ്റ്, മാർബിൾ പെബിൾസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്.
ഇനി ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകൾക്കുള്ളിൽ ഇൻഡോർ പ്ലാന്റ്സുകളിൽ യൂസ് ചെയ്യാം, അതുപോലെ വാഷ് ബേസിൻ്റെ സൈഡുകളിൽ വേണം യൂസ് ചെയ്യാം, ഡൈനിങ് ടേബിളിൽ യൂസ് ചെയ്യാം. ഒനിക്സ് ഒക്കെ നമുക്ക് ഈ ഗ്ലാസ് ഒക്കെ ഇട്ട് ചെയ്ത് വർക്ക് വരുന്ന ഡൈനിങ് ടേബിളിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്, നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഫിഷ് ടാങ്കുകളിൽ യൂസ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഗാർഡൻ സെറ്റ് ചെയ്യാം, കോർട്ട്യാർഡ് സെറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ ഈ പെബിളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പല പെബിൾസുകൾ നമുക്ക് 7 രൂപ മുതൽ 230, 250 റേറ്റുകളിൽ, അതായത് പല ബാഗുകളിലായി വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ റീറ്റെയിൽ വേറെ രീതിയിൽ എടുക്കാവുന്നതും ഒക്കെ വരുന്നുണ്ട്. നമ്പറും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ഒന്ന് നോക്കി അത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത് പോളിഷ് ചെയ്താണോ അതോ സാധാരണ നാച്ചുറൽ പോളിഷ് ചെയ്ത് വരും? പോണ്ടിച്ചേരി ഉണ്ട്. അത് ഇവിടെ ഉണ്ടോ? സ്റ്റോക്ക് ഉണ്ടോ? അതൊരു സ്റ്റാർട്ടിംഗ് 700 rupees തൊട്ട് നമുക്ക് 230 വരെയുള്ള പെബിൾസ് ഉണ്ട് ഇവിടെ. ഉണ്ട്. പോണ്ടിച്ചേരി, രാജസ്ഥാൻ, പിന്നെ ഗുജറാത്ത് ഐറ്റംസ് ആണ് മിക്കതും പോളിഷ്ഡ് വരുന്നത്. ഇപ്പൊ കളർ മിക്ക കളറും ഉണ്ട് ഇവിടെ. പിന്നെ ഗ്രാനൈറ്റിന്റെ പെബിൾസ് ഒക്കെ ഉണ്ട്. ഗ്രാനൈറ്റിന്റെ ഇതിൽ ഇതാണ് ബാംബൂ സ്റ്റോൺ എന്ന് പറയുന്നത്. ബാംബൂ സ്റ്റോൺ വരുമ്പോ 4 ടൈപ്പ് ഉണ്ട്. നമുക്കിവിടെ 4 ടൈപ്പ് സ്റ്റോൺസ് ഉണ്ട്. ഹാഫ് കട്ട്, ബോക്സ് കട്ട്, അതുപോലെ ഫ്ലെയിം, മറ്റേ ടോപ്പ് എല്ലാ ടോപ്പ് ടൈപ്പ് ആയിരിക്കും. റഫ് ഒഴിച്ച് ബാക്കി എല്ലാം ഫ്ലെയിംഡ് ആയിരിക്കും ടോപ്പ്. ബോട്ടം ടൈപ്പ് എന്നാണോ ഇതിപ്പോ ഇരിക്കുന്ന ഹാഫ് കട്ട് എന്ന് പറയുന്നത്. മെഷീൻ കട്ട സാധാരണ, അതായത് മെഷീൻ മേളിലത്തെ ടോപ്പും 4 സൈഡും മെഷീനിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും. 4 സൈഡും ഫിനിഷ്ഡ് ആയിരിക്കും. പിരിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഹാഫ് കട്ടും ബോക്സ് കട്ടും തമ്മില്. ഹാഫ് കട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി കട്ട് ചെയ്ത് അവർ ഒടിച്ചെടുക്കുന്നതാണ്. ഒടിച്ചെടുക്കണം. അപ്പൊ അതിന്റെ അടിവശം നമുക്ക് എന്തായാലും അടുപ്പിച്ച് വിരിക്കാൻ പറ്റൂല. ഗ്രാസ് ഒക്കെ ഇട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു പർപ്പസിനാണ് നമുക്ക് ഈ ഹാഫ് കട്ട് എടുക്കുന്നത്. അതുപോലെ ബോക്സ് കട്ട് എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന 4 സൈഡ് ഫുൾ ഫിനിഷ്ഡ് ആയിരിക്കും. ഒരേപോലെ തന്നെ. അതെ അതെ, സ്റ്റോൺ എല്ലാം സെയിം ആണ്. കട്ടിങ് അനുസരിച്ച് റേറ്റ് വരും. അതാവുമ്പോ ജോയിൻ ചെയ്ത് വിരിക്കാൻ പറ്റും. പേപ്പർ ജോയിന്റിൽ വിരിക്കാൻ പറ്റും. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇതാവുമ്പോ ഗ്രാസ് ഒക്കെ ഇട്ട് ചെയ്യണ വർക്ക് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഗ്രാസ് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നാച്ചുറൽ ആ ഒരു പർപ്പസിനാണ് ഈ സാധനം കൊണ്ടത്. 50 mm തിക്നെസ് ഇരിക്കണം. നമുക്ക് പർച്ചേസിംഗ് 50 mm ഇരിക്കുന്നത്. അതിൽ താഴെ വന്നത് 20 mm അത് ബോക്സ് കട്ടാണ് 20 mm ഉണ്ടാവും. മാർക്കറ്റിൽ എല്ലാ സൈസും അവൈലബിൾ ആണ്. 30, 20, 40 ഒക്കെ അവൈലബിൾ ആണ്. 50 mm ഇവിടെ മെയിൻ ആയിട്ട് പർച്ചേസിംഗ് വന്നത്. ഇത് ഔട്ട്ഡോർ ടൈപ്പ് വന്നത് പോണ്ടിച്ചേരി, പിന്നെ തമിഴ്നാട് ഐറ്റംസ്, പിന്നെ നമ്മൾ കാവേരി, ആന്ധ്ര പെബിൾ എന്ന് പറയും. അതൊക്കെയാണ് മെയിനായിട്ട് ഔട്ട്ഡോർ പെബിൾസ് വന്നത്. ഇത് വരുമ്പോൾ ഈ തമിഴ്നാട് ഐറ്റംസ് ആണ്. ഇതൊരു പെർ കിലോ 25 rupees ആണ്. അത് ഈ ഗ്രീനിഷും ഈ ലെമൺ യെല്ലോയും ഈ ഗ്രീനും ഒഴിച്ച് ബാക്കിയാണ് 25. രണ്ടും 30 rupees ആണ് റേറ്റ് വരുന്നത്. ബാക്കിയൊക്കെ 25 കിലോ ആണ്. ഇത് പറഞ്ഞാൽ കാവേരി വലിയ സൈസാണ്. ഫ്ലാറ്റ് ടൈപ്പ് ചെറിയ മീഡിയം സൈസും. ഇത് വലിയ സൈസാ അല്ലേ? ഇത് ഏറ്റവും വലിയ സൈസാണ്. സ്റ്റോക്കുകളിൽ ഏറ്റവും വലിയ സൈസാണ് ഇത്. ഇതൊക്കെ എങ്ങനെയാ റേറ്റിന്റെ? ഇതിന് വരുമ്പോ 15 rupees പെർ കിലോ. പാവിംഗ് സ്റ്റോണുകൾ രണ്ടാമത് എടുത്തു പറയേണ്ടത് താന്തൂർ സ്റ്റോൺസ് ആണ്. ഇത് കൂടുതലും ലൈം സ്റ്റോണുകളാണ്. കാരണം നമുക്ക് 20 mm തൊട്ട് 50 mm വരെ ഇവിടെ അവൈലബിൾ ആണ്. ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് ഈ സ്റ്റോണുകൾ വരുന്നത്. അപ്പോൾ ഇതിന് ആരാധകർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 4 ഇഞ്ച് സ്ക്വയർ മുതൽ 4x2 സൈസ് വരെ ഇത് അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ ഉറപ്പ് 2x2 സൈസ് ഉണ്ട്. അതായിരിക്കും കുറച്ചുകൂടെ ഉറപ്പ്. അതിൻ്റെ അകത്ത് 50 mm, 40 mm, 30. ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റമാണ് നമുക്ക് ഡീൽ ചെയ്യുന്നത്. 20 mm വരുമ്പോൾ 45 rupees തൊട്ടൊരു 50 mm വരുമ്പോൾ 74 rupees ഒക്കെ വന്നു. ഇതിൽ റേറ്റ് നമുക്ക് സൈസ് അനുസരിച്ച് റേറ്റിൽ 2 വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് 2x1 സൈസ് 20 mm ഒരു 45 ആണെങ്കിൽ 2x2 വരുമ്പോൾ ഒരു 47, 48 ഒക്കെ വന്നിട്ട് അപ്പോൾ നല്ലോണം സെയിലുള്ള ഒരു ഐറ്റം ഇതാണ്. ഇത് ലൈം സ്റ്റോൺ പോലത്തെ സ്റ്റോണാണ്, ലെയേർഡ് സ്റ്റോണാണ്. നമുക്ക് ഇതിൻ്റെ കട്ടിങ് നമുക്ക് ലെയേർഡ് അനുസരിച്ചാണ് ഇത് നമ്മൾ എടുക്കാറ്. ഇങ്ങനെ കട്ടിങ് പറ്റില്ല സാധനം. അതൊരു ലെയേർഡ് സ്റ്റോണാണ്. അപ്പോൾ അത് അവരനുസരിച്ച് അത് ഈ സൈഡ് ഫിനിഷ് ചെയ്തിട്ട് മറ്റേത് ലെയർ ഇതാക്കി എടുക്കുന്നതാണ് സ്റ്റോണിൽ. നാച്ചുറൽ സ്റ്റോണുകൾ ഭൂമിയിലേക്ക് വെള്ളം കൂടുതലായിട്ട് ഇറങ്ങാൻ സഹായിക്കുന്നു. അതേപോലെ പ്രകൃതിയായിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റോൺ കൂടിയാണ്.
പിന്നെ ഫുഡ് ക്ലീനർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമ്മിക്കല്ലൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ 2 ടൈപ്പ് ഇവിടെ ഇരിപ്പുണ്ട് പറഞ്ഞു. അപ്പം ക്ലാഡിങ്ങിന് ഒട്ടിക്കാൻ വേണ്ട പശകൾ അത് ഇവിടെ ഒരു കൗണ്ടറിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ക്ലാഡിങ് മനോഹരമായിട്ട് വരുന്ന കുറേ ഡിസൈനുകളും അതിൻ്റെ പല ആന്ധ്രയിൽ നിന്നും അങ്ങനെയുള്ള രാജസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന സ്റ്റോണുകൾ നമുക്കിവിടെ കാണാം. ഒരു തരം കോബിൾ സ്റ്റോൺ ആണ് ഈ കാണുന്നത്. അപ്പോൾ ആ സമയതരത്തിലുള്ള ഫ്ലാറ്റ് ടൈപ്പ് സ്റ്റോണുകൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വരുന്നുണ്ട്. നാച്ചുറൽ സ്റ്റോൺസിൻ്റെ എല്ലാ വെറൈറ്റിയും ഉണ്ട് കേട്ടോ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വില കുറവിലും അതേപോലെ നല്ല വെറൈറ്റി ചോയ്സും ഒക്കെ ഉള്ള നാച്ചുറൽ സ്റ്റോൺസിൻ്റെ തന്നെ നല്ല തിരഞ്ഞെടുക്കാൻ പറ്റിയ ചോയ്സുള്ളൊരു ഷോറൂമാണ്. നിങ്ങൾ വിളിക്കുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന്